ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ enthusiast ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആന്റി ഏജിങ് സ്കിൻ കെയർ റുട്ടീനെ പറ്റിയിട്ടാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം. ഞാൻ ഈ ആന്റി ഏജിങ് എന്ന് പറയുന്നത് നമ്മുടെ പ്രായം പിടിച്ചു നിർത്താം എന്നുള്ളതിനെ പറ്റിയിട്ടല്ല. നമുക്ക് ഏജ് ആവുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ വരും നാച്ചുറൽ ആയിട്ട്. പക്ഷെ ചില സമയത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ട് അത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഈ നേരത്തെ അത് വരാൻ തുടങ്ങും. അപ്പൊ അതിന്റെ ആവശ്യം നമുക്കില്ലല്ലോ. നമുക്ക് സമയത്തിന് പോയാൽ പോരെ. കാരണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ പൊല്യൂഷൻ കാരണം, അതല്ലാന്നുണ്ടെങ്കിൽ സൺ ഡാമേജ് കാരണം, നമ്മുടെ ഹാബിച്വൽ ചേഞ്ച് കാരണമൊക്കെ നമുക്ക് ആ ലൈഫ് സ്റ്റൈൽ കാരണം നമുക്ക് നമ്മുടെ ഏജിങ് കുറച്ച് നേരത്തെ ആയിട്ട് വരുന്നതായിട്ട് തോന്നും. അത് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഈ ആന്റി ഏജിങ് സ്കിൻ കെയർ റുട്ടീൻ ഫോളോ അപ്പ് ചെയ്താൽ പറ്റും. പക്ഷെ റുട്ടീൻ മാത്രം ചെയ്താൽ പോരാ, നല്ല രീതിയിൽ നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈലും കൊണ്ടുപോകണം. ബാഡ് ഹാബിറ്റ്സ് ആയിട്ടുള്ള സ്മോക്കിംഗ്, ഡ്രിങ്കിങ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഫുഡ് ഹാബിറ്റ്സ് നല്ല രീതിയിൽ കൊണ്ടുപോകണം. ഹെൽത്തി യോഗ ഡയറ്റ് ഒക്കെ യോഗയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവങ്ങളെല്ലാം ശരിയാവത്തുള്ളൂ. ഒരു സ്കിൻ കെയർ കൊണ്ട് മാത്രം നമുക്കൊരു ആന്റി ഏജിങ് മൊത്തത്തിൽ കിട്ടണം എന്നില്ല. പക്ഷെ നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബെനിഫിറ്റ് അതിനകത്ത് കിട്ടും എന്നുള്ളത് വേറൊരു സത്യം. ഒരു റൊട്ടീൻ എന്താണെന്ന് നോക്കാം. അതിന്റെ കൂടെ മെയിൻ ആയിട്ട് നമ്മൾ ഇതിനകത്ത് 4 സ്റ്റെപ്സ് ആണ് ഉള്ളത്. അതിന് മുന്നേ ഞാൻ ഒന്നുകൂടെ പറയാണ്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കുകയും വേണ്ട. ഈ ആന്റി ഏജിങ് റൊട്ടീനിൽ ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന 4 കാര്യങ്ങളാണ്. ഫസ്റ്റ് അതിന്റെ നമ്മൾ 4 കാര്യങ്ങൾ എന്ന് വെച്ചാൽ 4 സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ആന്റി ഓക്സിഡൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. രണ്ടാമത്തത് നമ്മൾ എക്സ്ഫോളിയേഷനെ പറ്റി നോക്കുന്നുണ്ട്. മൂന്നാമത്തത് നമ്മൾ റെറ്റിനോൾസിനെ പറ്റി പറയുന്നുണ്ട്. നാലാമത്തെ കാര്യം SPF പറ്റിയും പറയുന്നുണ്ട്. കാരണം ഈ 4 സാധനങ്ങൾ നിങ്ങളുടെ റൊട്ടീനിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ആന്റി ഏജിങ് റൊട്ടീൻസ് ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് ഈ 4 സ്റ്റെപ്പിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതിനെ പറ്റി നോക്കാം. ആദ്യത്താണ് ആന്റി ഓക്സിഡൻസ്. ഇപ്പൊ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ വേർഡ് എന്റെ വായിൽ നിന്ന് കേട്ടിട്ടുണ്ടാവില്ല, കാരണം എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ അല്ലാതെ എന്റെ മറ്റുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനത് എപ്പോഴും പറയുന്ന ഒരു സാധനമാണ് ആന്റി ഓക്സിഡന്റ്. അപ്പൊ ഞാൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒന്നും കൂടെ പറയാം. നമ്മുടെ ആന്റി ഓക്സിഡന്റ് എന്ന് വെച്ചാൽ നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരുപാട് ഫ്രീ റാഡിക്കൽസ് ഉണ്ട്. അതായത് കുറെ ഫ്രീ ഇലക്ട്രോൺസ് പോലെയുള്ള സാധനം ഇങ്ങനെ കറങ്ങി നടക്കണം. ഇത് നമ്മുടെ സ്കിന്നെ പെട്ടെന്ന് ഡാമേജ് ആക്കും. അതിന് തടയാനായിട്ടാണ് നമ്മൾ ആന്റി ഓക്സിഡൻസ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരുപാട് ആന്റി ഓക്സിഡൻസുകൾ ഉണ്ട്. ഗ്ലൂട്ടാത്തയോൺ ഒക്കെ നല്ലൊരു ആന്റി ഓക്സിഡന്റ്. നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള സാധനമുണ്ടല്ലോ ഗ്ലൂട്ടാത്തയോൺ, അതൊക്കെ നല്ല ആന്റി ഓക്സിഡന്റ് സാധനമാണ്. അത് അങ്ങനെയാണ് ഈ സ്കിൻ വൈറ്റനിങ്ങിലോട്ടൊക്കെ ആൾക്കാർ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അത് അങ്ങനെയാണ്. നമ്മളെ സ്റ്റോറിലോട്ട് വരികയാണെങ്കിൽ അപ്പൊ അങ്ങനെ ആന്റി ഓക്സിഡൻസ് നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മളെ UV റേസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. അല്ലാത്തുള്ള എൻവയോൺമെന്റൽ പൊല്യൂഷനുകളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ ഇതൊരു ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. അതായത് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ ഡാമേജ് വന്നാൽ അത് റിവേഴ്സ് ചെയ്യാനും ആ ഇൻഫ്ലമേഷൻ തടയാനും ഒക്കെ ഈ ആന്റി ഓക്സിഡൻസിന് കഴിയും. ഇത് നമ്മുടെ സ്കിന്നിന് കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എല്ലാ ആന്റി ഓക്സിഡൻസിലും ചില ആന്റി ഓക്സിഡന്റുകൾ നമ്മുടെ സ്കിന്നിലെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്താണ് കൊളാജൻ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നൊക്കെ ബിൽഡ് ചെയ്തേക്കുന്ന ബിൽഡിംഗ് ബ്ലോക്സ് ആണ് കൊളാജൻ. അത് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഫേം ആക്കി നിർത്തത്തില്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിനെ ഒരു യങ്ങർ ലുക്കിംഗ് ആക്കാനും നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു ഹെൽത്തിനെസ് കീപ്പപ്പ് ചെയ്ത് നിർത്താനും ആന്റി ഓക്സിഡൻസ് നല്ലൊരു സാധനങ്ങളാണ്. മെയിൻ ആയിട്ട് 3 ആന്റി ഓക്സിഡൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വിറ്റാമിൻ C, വിറ്റാമിൻ B3, അതായത് നയാസിനമൈഡ്, റിസ്വെട്രോൾ എന്ന് പറയുന്ന സാധനങ്ങൾ. വിറ്റാമിൻ C ആന്റി ഓക്സിഡന്റ് നമ്മളെ സൺ പ്രൊട്ടക്ഷനിൽ നിന്ന് ഫോട്ടോ പ്രൊട്ടക്ഷൻ നമുക്ക് തരും. അതായത് ഫോട്ടോ ഏജിങ്, അതായത് സൺ ഡാമേജ് കാരണമുള്ള ഏജിങ്ങിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മുടെ സ്കിന്നിന് ഒരു ഹൈഡ്രേഷനും ഒരു ബ്രൈറ്റ്നെസ്സും തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഇത് നമുക്കുള്ള നേരത്തെ പോലെ കൊളാജൻ ബൂസ്റ്റ് അത് വിറ്റാമിൻ C ഹെൽപ്പ് ചെയ്യും. റിസ്വെട്രോൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് അധികം യൂസ് ചെയ്യാറില്ല, എന്നാലും അതൊരു ആന്റി ഫംഗലും ആന്റി ബാക്ടീരിയലും ആണ്. പിന്നെ ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് റിസ്വെട്രോൾ. മൂന്നാമത്തേന്ന് വെച്ചാൽ വിറ്റാമിൻ B3 അഥവാ നയാസിനമൈഡ്. നയാസിനമൈഡ് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഫൈൻ ലൈൻസ്, റിങ്കിൾസിനെയൊക്കെ ചെറുതായിട്ട് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഡാർക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ആന്റി ഫൈൻ ലൈൻസ് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞില്ല. പിന്നെ നമ്മുടെ ഓയിൽ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാനും സ്കിൻ ഡ്രൈനെസ് മാറ്റാനും ഒക്കെ നിയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇത് മൂന്നും കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു ഓർഡറിലാണ് ഇതിന്റെ ഫംഗ്ഷൻ നിൽക്കുന്നത്. ഏറ്റവും ഫസ്റ്റ് ആന്റി ഏജിങ് തരുന്ന ആന്റി ഓക്സിഡന്റ് വിറ്റാമിൻ C ആണ്, പിന്നെ റിസ്വെട്രോൾ, പിന്നെ നയാസിനമൈഡ്, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ആന്റി ഏജിങ് ജേർണി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു ടീനേജ് ഒക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ മിഡ് 20s നമ്മൾ ഈ ആന്റി ഏജിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നയാസിനമൈഡോ
ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. മാത്രമല്ല നിങ്ങൾക്ക് ഈ നയാസിനമൈഡ് നമ്മൾ ഇനി പറയാൻ പോകുന്ന ഏതൊരു ഇൻഗ്രീഡിയന്റിന്റെ കൂടെയും ഹൈഡ്രേഷൻ ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പ് അപ്പ് ഇൻഗ്രീഡിയന്റും കൂടെയാണ് നയാസിനമൈഡ്. പക്ഷെ വിറ്റാമിൻ സി അങ്ങനെയല്ല. വിറ്റാമിൻ സി മെയിൻ ആയിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളുടെ കൂടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് നമുക്ക് അടുത്ത ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. രണ്ടാമത്താണ് നമ്മൾ എക്സ്ഫോളിയേഷനെ പറ്റി പറഞ്ഞത്. എക്സ്ഫോളിയേഷൻ നമ്മുടെ സ്കിന്നിന്റെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ആന്റി ഏജിൽ. കാരണം നമ്മൾ ഈ സെല്ലിന്റെ ടേൺ ഓവർ റേറ്റ് കൂട്ടുന്നത് കൊണ്ടാണ് നമ്മൾ ഡെഡ് സ്കിൻ നമ്മൾ റിമൂവ് ചെയ്ത് കളയാതെ നമ്മുടെ യങ് ലുക്കിംഗ് സ്കിൻ അല്ലെങ്കിൽ യങ് സ്കിൻ പുറത്തോട്ട് നിൽക്കത്തില്ല. പക്ഷെ എല്ലാവർക്കും എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത് ഞാൻ ഏത് എക്സ്ഫോളിയേറ്റിംഗ് സെറംസ് യൂസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുണ്ട്. കാരണം AHAs ഉണ്ട്, BHAs എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനമുണ്ട്. അതായത് ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്, ലാക്ടിക് ആസിഡ് ഉണ്ട്, സാലിസിലിക് ആസിഡ് ഉണ്ട്, മെന്റലിക് ആസിഡ് ഉണ്ട്, PHAs ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനമുണ്ട്. അപ്പൊ നമ്മൾ ഏത് സെലക്ട് ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ ഞാൻ ഐക്കാർഡ് ഒരു വീഡിയോ കൊടുക്കുക, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാവും. ഇനി നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് എങ്ങനെ എക്സ്ഫോളിയേഷൻ എടുക്കാമെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഒരു നോർമൽ ഡ്രൈ സ്കിൻ ആണ്, നോർമലോ അല്ലെങ്കിൽ ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ്സ് ആണ് ഏറ്റവും നല്ലത്. അത് എങ്ങനത്തെ എന്നുള്ളത് നമുക്ക് റൊട്ടീൻ ഇനി അങ്ങോട്ട് സംസാരിക്കുമ്പോൾ പറയാം ഏത് ഫോമിൽ എടുക്കണം എന്നുള്ളത്. പക്ഷെ നിങ്ങൾക്ക് വേണ്ട ഇൻഗ്രീഡിയന്റ് ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് നമ്മുടെ സ്കിന്നിന് ഓയിൽ ഏച്ച്, അതായത് ആൽഫ ഹൈഡ്രോക്സി ആസിഡ് എന്നാണ് ഇതിന് പറയുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന്റെ ഓയിൽ പ്രൊഡക്ഷൻ ഇത് ബാധിക്കുന്നില്ല. ഔട്ടർ മോസ്റ്റ് ലെയർ ഡെഡ് സ്കിന്നിന് മാത്രം ഇതിന്റെ ബോണ്ടില്, നമ്മുടെ ഡെഡ് സ്കിന്നിന്റെ ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓയിൽ പ്രൊഡക്ഷനുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല പുറത്തുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ, അകത്തുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ അല്ല, സ്കിന്നിന് പുറത്തുള്ള ഹൈപ്പർ പിഗ്മെന്റേഷനെയും പിന്നെ കുറച്ച് ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെ ആണെങ്കിൽ ഒരു പരിധി വരെ അകത്തുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനും ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ നിങ്ങൾക്ക് നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡിന്റെ ഫോർമുലേഷൻ എടുക്കാൻ പറ്റും. നിങ്ങളുടേത് ഓയിലി ആക്നെ പ്രോൺ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് ഏതാണെന്ന് ചോദിച്ചാൽ സാലിസിലിക് ആസിഡ് ആണ്. എന്തുകൊണ്ടെന്നാൽ ഇതൊരു BHA ആണ്, ഇത് ഓയിൽ ലവിങ് ആസിഡ് ആണ്. അതായത് അപ്പം ഇത് നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ്, അതായത് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡിൽ പോയിട്ട് വർക്ക് ചെയ്യുകയും ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഓയിലി ആക്നെ കോമ്പിനേഷൻ സ്കിൻകാർക്ക് ഏറ്റവും പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഈ പോസിൽ അടങ്ങിയിരിക്കുന്ന ഡെഡ് സ്കിൻ ഓയിൽസ്, പൊല്യൂഷൻ ഒക്കെയാണ്. ഇതിനെ മെൽറ്റ് ഔട്ട് ചെയ്യാനും, അതായത് ഇതിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് പോസിനെ ഒന്ന് ക്ലെൻസ് ചെയ്ത് ഡീപ്പോയിട്ട് ഇറങ്ങി ചെല്ലാനായിട്ട് സാലിസിലിക് ആസിഡിന് പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓയിലി കോമ്പിനേഷൻ ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻഗ്രീഡിയന്റ് സാലിസിലിക് ആസിഡ് ആണ്. ഇനി നിങ്ങളുടെ ഹൈപ്പർ സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് PHAs ആണ്. അതായത് PHAs യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ PH ഭയങ്കര മൈൽഡ് ആണ്. എന്നാൽ നമുക്ക് ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള പോളിഹൈഡ്രോക്സി ആസിഡ് ആണ് PHയുടെ പേര്, പെട്ടെന്ന് എനിക്ക് കിട്ടില്ല. പോളിഹൈഡ്രോക്സി ആസിഡ് നിങ്ങളുടെ ഹൈപ്പർ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് ആണ്. പിന്നെ ഈ ഹൈപ്പർ സെൻസിറ്റീവ് എന്ന് പറയുമ്പോൾ ഡ്രൈ സ്കിൻകാരും നോർമൽ സ്കിൻ, എന്നാൽ പിന്നെ ഇത് തന്നെ യൂസ് ചെയ്യും, സ്കിന്ന് മൈൽഡ് ആയിട്ടിരിക്കുക അങ്ങനെ വിചാരിക്കരുത്. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണ് അതനുസരിച്ചുള്ള എക്സ്ഫോളിയേഷൻ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള എക്സ്ഫോളിയേഷൻ സ്കിന്നിൽ നടക്കത്തുള്ളൂ. അടുത്തതാണ് റെറ്റിനോൾ. എന്തുകൊണ്ടാണ് റെറ്റിനോൾ ആന്റി ഏജിങ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് റീസൺസ് കൊണ്ട് വരുന്നുണ്ട്. റെറ്റിനോൾ എന്ന് വെച്ചാൽ വിറ്റാമിൻ A രണ്ടറി വരുന്ന സാധനമാണ്. ഇത് നമ്മുടെ സ്കിന്നിലുള്ള കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും സെല്ലിന്റെ ടേൺ ഓവർ റേറ്റ് ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല ഇത് കാരണം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, പിമ്പിൾസ്, ഓയിൽ, എക്സസീവ് ആയിട്ട് ഓയിൽ പ്രൊഡക്ഷനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് റെറ്റിനോളിന് ഹെൽപ്പ് ചെയ്യും. റെറ്റിനോൾ ഒരുപാട് ഫോമിൽ വരുന്നുണ്ട്. റെറ്റിനാല്, റെറ്റിനാൽഡിഹൈഡ്, റെറ്റിനോയിഡ്സ്, അല്ലെങ്കിൽ നമ്മൾ ട്രെറ്റിനോയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഈ ട്രെറ്റിനോയിൻ ബേസിക്കലി നിങ്ങൾ ഇപ്പോൾ ഒരുവിധം എല്ലാവരും കേട്ടിട്ടുള്ള സാധനമാണ്. ഇതൊരു പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻ ആണ്. ഇത് എപ്പോഴും ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോടുകൂടി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഈ റെറ്റിനോൾ എപ്പോഴും 24 ഏജിന് മുകളിലുള്ള ആൾക്കാർ യൂസ് ചെയ്യണം. ഇനിയിപ്പം ടീനേജേഴ്സാർക്ക് വരുന്ന സംശയം അതെന്താ ഞങ്ങൾക്ക് യൂസ് ചെയ്തുകൂടാത്തത്? നിങ്ങൾക്ക് യൂസ് ചെയ്തുകൂടാത്തത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് ഇപ്പോഴേ സെല്ലിന് ഇത്രയും ഒരു ടേൺ ഓവർ റേറ്റിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ സ്കിന്നിന്റെ ടേൺ ഓവർ റേറ്റ് നോർമലി 28 ഡേയ്സിൽ നടക്കും. പക്ഷെ നമ്മൾ ഏജ് കൂടുന്നതനുസരിച്ച് നമ്മുടെ സ്കിൻ ഡ്രൈ ആവുകയും നമ്മുടെ സെല്ലിന്റെ ടേൺ ഓവർ റേറ്റ് കുറയുകയും നമ്മുടെ ബോഡിയിലുള്ള കൊളാജൻ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ ഇതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നതിന്റെ റീസൺ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം, നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട് ഈ ഒരു സാധനം യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ കൊലം കുടം മടക്കി വെള്ളം ഒഴിക്കുന്ന കണക്കാണ് ചെയ്യുന്നത്. സംഭവം എന്തെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ എന്തൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള
എന്താ പറയുക, നിങ്ങൾ വീടെല്ലാം ഫിറ്റ് ചെയ്തു പക്ഷെ വീടിന് വോൾ വെക്കാത്തൊരവസ്ഥ പോലെയാണ് ഈ പറയുന്ന സാധനം യൂസ് ചെയ്തില്ലെങ്കിൽ നടക്കാൻ പോകുന്നത്. അതാണ് SPF, അതായത് സൺ പ്രൊട്ടക്ഷൻ. നമുക്ക് SPF സൺ പ്രൊട്ടക്റ്റീവ് ഫാക്ടർ, പക്ഷെ SPF മാത്രം പോലെ നമുക്ക് PA, അതായത് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് UVAയും നമുക്ക് വേണം. അപ്പൊ UVAയും UVB റേസിൽ നിന്ന്, സണ്ണിൽ നിന്ന് വരുന്ന UV റേസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സൺസ്ക്രീനുകൾ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ക്രീമിന്റെ ഫോമിൽ തന്നെ ആവണമെന്നില്ല, അത് എന്ത് ഫോമിലും ആയിക്കോട്ടെ, നിങ്ങൾ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിന്നിൽ ഒരു ആന്റി ഏജിങ് പ്രോപ്പർട്ടി നടക്കത്തില്ല. കാരണം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന മെജോറിറ്റി ഓഫ് സ്കിൻ ഡാമേജസും ഇനി കാരണം ഏതെന്ന് വെച്ചാൽ നമ്മുടെ സൺ തന്നെയാണ്. സണ്ണിൽ ഒരുപാട് ഫ്രീ റാഡിക്കൽസ് ഉണ്ട്. ഈ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് ഡാമേജ് ചെയ്യും. അപ്പൊ ഞാൻ നേരത്തെ പറയുന്നത് നിങ്ങൾക്ക് വിറ്റാമിൻ സിക്ക് അതിന്റെ ഫംഗ്ഷൻ ഇല്ല ഉണ്ട്, പക്ഷെ വിറ്റാമിൻ സി എലോൺ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല വിറ്റാമിൻ സി ചില സമയം നമ്മുടെ സണ്ണിന്റെ അണ്ടറിൽ വരുമ്പോൾ അത് പെട്ടെന്ന് ഡീആക്ടിവേറ്റ് ആയി പോവുകയും ചെയ്യും. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വിറ്റാമിൻ സി പ്ലസ് സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ സൺ പ്രൊട്ടക്ഷൻ കിട്ടുന്ന കണക്കാണ്, കിട്ടുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ വിറ്റാമിൻ സി മാത്രം യൂസ് ചെയ്യാതെ സൺസ്ക്രീനും കൂടി യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു സൺ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. സണ്ണാൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും എന്ന് വെച്ചാൽ, ഫസ്റ്റ് നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ, അതായത് ഒരുപാട് ഹൈപ്പർ പിഗ്മെന്റേഷൻ, പിന്നെ ഡാർക്ക് സ്പോട്ടുകൾ വരും. പിന്നെ ഓൾറെഡി നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും മുറിവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഓൾറെഡി നമ്മൾ സ്കിൻ ഓഫ് കളറിൽ അണ്ടർ വരുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് ടാനിങ് ഒക്കെ എക്സസീവ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഏറ്റവും അവസാനത്തെ സ്കിൻ ക്യാൻസറും വരുന്ന ചാൻസ് കൂടുതലാണ്. അപ്പൊ എൻ്റെ അടുത്തേക്ക് പണ്ടത്തെ ഉള്ള ആൾക്കാർ ഈ സൺസ്ക്രീനിന് യൂസ് ചെയ്തിട്ടില്ലല്ലോ എന്ന്. ഒന്നാമത്തെ കാര്യം, പണ്ടത്തെ ലൈഫ് സ്റ്റൈൽ അല്ല, പണ്ടത്തെ സൂര്യനല്ല, പണ്ടത്തെ ഫുഡ് ഹാബിറ്റ് അല്ല നമുക്കുള്ളത്. ഫുഡും ഒരു പരിധി ആന്റി ഓക്സിഡന്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിനെ, ബോഡിയൊക്കെ ഈ സണ്ണിന്റെ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. പക്ഷേ ഇപ്പൊ നമ്മൾ അത്ര ആന്റി ഓക്സിഡൻസ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല. ഇപ്പൊ നമ്മള് കൊക്കേഷ്യൻ സ്കിൻകാരെ പോലെ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മള് അമേരിക്കക്കാരെ പോലെ ഒന്നും നമുക്ക് സൺ പ്രൊട്ടക്ഷൻ വേണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനടുത്ത് തന്നെ നമുക്ക് സൺ പ്രൊട്ടക്ഷൻ വേണം. അവരുടെ സ്കിൻ പെട്ടെന്ന് ഒരു സൺ ഡാമേജിലോട്ട് പോകും. കാരണം അവരുടേത് അവിടെ ഹാബിറ്റ് ഒന്നും ശരിയല്ല, അവരുടെ സൂര്യനല്ല അവിടെ അടിക്കുന്ന രീതിക്കല്ല ഇവിടെ അടിക്കുന്നത്. അതിനൊക്കെ ഒരുപാട് ഫാക്ടേഴ്സും ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ നമുക്ക് അതുപോലെ തന്നെ ഒട്ടും കുറയാതെ സൺ പ്രൊട്ടക്ഷൻ വേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ നമ്മൾ ഒരു പരിധിവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അത് മാത്രം കൊണ്ട് നമുക്ക് ഒരിക്കലും സൺ പ്രൊട്ടക്ഷൻ കിട്ടാനും പോകുന്നില്ല. ഇനി ഈ പറഞ്ഞ സാധനങ്ങൾ ഏതൊക്കെ ഫോമാറ്റിൽ നമുക്ക് നമ്മുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി നോക്കാം. വിറ്റാമിൻ സി ഏറ്റവും നല്ലത് നിങ്ങൾ സിറത്തിന്റെ ഫോമിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫേസ് വാഷിനേക്കാളും ക്രീമിനേക്കാളും ഏറ്റവും കൂടുതൽ നമുക്ക് എഫക്റ്റ് കിട്ടുന്നത് സിറത്തിന്റെ ഫോമിൽ യൂസ് ചെയ്യുമ്പോഴാണ്. അതുപോലെ തന്നെ നയാസിനമയും സിറത്തിന്റെ ഫോമിൽ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടുന്നത്. ഇനി നിങ്ങൾ എക്സ്ഫോളിയേറ്റിംഗ് ഏജൻസിലോട്ട് പോവുകയാണെങ്കിൽ അത് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. ടോണേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സെറമായിട്ട് യൂസ് ചെയ്യാം. എന്റെ പേഴ്സണൽ പ്രിഫറൻസ് ആണെങ്കിൽ, നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ടോണേഴ്സിന്റെ ഫോമിൽ സ്റ്റാർട്ട് ചെയ്യുക. മാത്രമല്ല എക്സ്ഫോളിയേറ്റിംഗ് ഏജൻസി യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ബിഗിനർ ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. എല്ലാ ദിവസവും സ്കിന്നിൽ അപ്ലൈ ചെയ്ത് നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവും. അടുത്തത് റെറ്റിനോൾ. അതും ഇതുപോലെ തന്നെ നമ്മൾ സിറത്തിന്റെ ഫോമിലോ അല്ലെങ്കിൽ റെറ്റിനൽ ക്രീംസിന്റെ ഫോംസിലോ ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ SPF എന്ത് ഫോമിലായാലും യൂസ് ചെയ്യണം. ഏറ്റവും നല്ലത് നമ്മുടെ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ക്യാപ്പ്, ഔട്ട്ഡോറിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഇതിനൊക്കെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. റീഅപ്ലിക്കേഷൻ ആണ് SPF-ലും PA-യിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് റെക്കമെൻഡേഷൻസിലോട്ട് പോകാം. നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ 5% വിറ്റാമിൻ സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കുറച്ച് റെക്കമെൻഡേഷൻസ് നോക്കിയാൽ ഡെർമക്കോടെ 5% വിറ്റാമിൻ സി, ഡോക്ടർ ഷെയ്ത്തിന് 5% വിറ്റാമിൻ സി ഉണ്ട്. അതുപോലെ നമ്മുടെ ക്ലെയറിന്റെ വിറ്റാമിൻ സി 5% ആണ്. 10% വിറ്റാമിൻ സിയിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മിനിമലിസ്റ്റിലുണ്ട്, ഡെർമക്കോയിൽ ഉണ്ട്, ഡീകൺസ്ട്രക്റ്റഡ് വിറ്റാമിൻ സി നല്ലൊരു ഓപ്ഷനാണ്. ഡോട്ടാൻകിയിലുണ്ട്, ദ ഫോർമുലാറെക്സ് ഉണ്ട്, ജ്യൂസി കെമിസ്ട്രിയിലുണ്ട്, ഗ്യാബിറ്റഡ് 8% കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്രയും ഒരു 10 to 8% വിറ്റാമിൻ സിയിൽ വരുന്നതാണ്. ഇനി 15%ലോട്ട് പോവുകയാണെങ്കിൽ ഫോക്സ്റ്റെയിലിന്റെ വിറ്റാമിൻ സി 15% ആണ്. നിങ്ങൾക്ക് വിറ്റാമിൻ സി നയാസിനമയും കൂടെ ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെർമക്കോയിൽ ഉണ്ട് അങ്ങനത്തെ ഒരു ഫോർമുലേഷൻ. സിനമൈഡ് എന്ന് പറഞ്ഞിട്ടൊരു സിനമൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫോർമുലേഷൻ ഉണ്ട് ഡെർമക്കോയിൽ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അടുത്ത ആന്റി ഓക്സിഡന്റ് ആണ് നയാസിനമൈഡ്. അതും ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ 5%ൽ സ്റ്റാർട്ട് ചെയ്യണം. അതിൽ 5% ഉള്ളത് മിനിമലിസ്റ്റിലുണ്ട്, ഡെർമക്കോയിലുണ്ട്, പിൽഗ്രിമിലുണ്ട്, ബി ബോഡി വൈസിലുണ്ട്, ഫിക്സ്ഡെർമയിലുണ്ട്,
കോൺഷ്യസ് കെമിസ്റ്റിലുണ്ട്, ഫോക്സ്റ്റൈലുണ്ട്, പ്ലമ്മിലുണ്ട്. 10% നോക്കുകയാണെങ്കിൽ മിനിമലിസ്റ്റിലുണ്ട്, ദി ബോഡി വൈസിലുണ്ട്, ഓർഡിനറിയിലുണ്ട്, സുഗന്ധയിലുണ്ട്, ഡെർമക്കോയിലുണ്ട്, പിന്നെ നമ്മുടെ സിമ്പിളിലുണ്ട്, എർത്തൃതത്തിലൊക്കെ ഉണ്ട്. ഇനി കുറച്ച് ഗ്ലൈക്കോളിക് ആസിഡ് ടോണേഴ്സിന്റെ റെക്കമെൻഡേഷൻസ് നോക്കാം. ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ടോണർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പൊ ഞാൻ ഇതിനകത്ത് ടോണേഴ്സ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ടോണേഴ്സ് പറയുകയാണെങ്കിൽ നമ്മുടെ ഓർഡിനറിയിലുണ്ട്, മിനിമലിസ്റ്റിലുണ്ട്, ഡെർമക്കോയിലുണ്ട്, ഡോട്ടാൻകിയിലുണ്ട്, അതുപോലെ തന്നെ നമ്മൾ പിക്സിലുണ്ട്, കെമിസ്റ്റഡ് പ്ലെയിലുണ്ട്. ഈ ഇതിൽ നിങ്ങൾക്ക് ഒരു നോർമൽ ടു ഡ്രൈ സ്കിൻ ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടോണേഴ്സ് ഉണ്ട്. ഇത് ഡെയിലി യൂസ് ചെയ്യരുത്. വീക്കിലി വൺസോ ട്വൈസോ മാത്രമേ ബിഗിനർ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യുന്ന ടൈമിൽ ഈ ടോണേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷെ നിങ്ങൾ നയാസിനമൈഡ് സെറം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കൂടെ നിങ്ങൾക്ക് ഈ ടോണർ യൂസ് ചെയ്യാനും പറ്റും. ഇനി ഗ്ലൈക്കോളിക് ആസിഡ് സെറം നോക്കുകയാണെങ്കിൽ ഡോക്ടർ ഷെയ്റ്റിലും ഡോട്ടാൻകിയിലും ഉണ്ട്. ഹയർ കോൺസെൻട്രേഷനിൽ കുറച്ച് ലോവർ കോൺസെൻട്രേഷനിലോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഫ്ലിക്സിലും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ലോറിയൽ പാരിസിലും ഉണ്ട്. ഈ ലോറിയൽ പാരിസിൽ 1% ആണ്, അത് വേണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ എന്നാലും നിങ്ങൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ യൂസ് ചെയ്യാൻ പറയത്തുള്ളൂ. വിറ്റാമിൻ സി സെറത്തിന്റെ കൂടെ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യരുത്. ഇൻ കേസ് നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നൈറ്റിൽ യൂസ് ചെയ്യാം, വിറ്റാമിൻ സി മോർണിംഗിൽ യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഈ റൊട്ടീനിൽ എൻ്റെ ഒരു POV നിങ്ങൾ ഗ്ലൈക്കോളിക് ആസിഡ് ഹൈ കോൺസെൻട്രേഷൻ എടുത്തിട്ട് 2 ആഴ്ചയിൽ ഒരിക്കലോ വീക്കിലി വൺസോ മാത്രമേ യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. ലോങ് റണ്ണിൽ നമുക്ക് നല്ല പ്രൊഡക്ട്സ് ഒരുപാട് സേവ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണ്. ഇനി നിങ്ങൾ സാലിസിലിക് ആസിഡ് ടോണേഴ്സിന്റെ റെക്കമെൻഡേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർമുലാറെക്സിലുണ്ട്, പോൾസ് ചോയ്സിലുണ്ട്, ഡെർമാടച്ചിലുണ്ട്, പിന്നെ കോസ്റെക്സിലുണ്ട്. ഇതും നിങ്ങൾ ഡെയിലി യൂസ് ചെയ്ത് വീക്കിലി വൺസോ ട്വൈസോ മാത്രമേ യൂസ് ചെയ്യാം. വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യുന്ന ടൈമിൽ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. നിയാസിനമൈഡ് സെറമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റും. ഇനി സാലിസിലിക് ആസിഡ് സെറത്തിന്റെ റെക്കമെൻഡേഷൻസ് നോക്കുകയാണെങ്കിൽ ഡെർമക്കോ, മിനിമലിസ്റ്റ്, കോൺഷ്യസ് കെമിസ്റ്റ്, ദി ബോഡി വൈസ്, ആക്നെ സ്ക്വാഡ്, ഡോക്ടർ ഷെയ്ത്ത്, ഫ്ലിക്സ്, പ്ലം, ഇതിലൊക്കെ നമ്മൾ 2% സാലിസിലിക് ആസിഡ് സെറം കിട്ടും. ഇതും ഡെയിലി ദൈവത്തെ ഓർത്ത് യൂസ് ചെയ്യരുത്. വീക്കിലി വൺസ് ആണെങ്കിൽ, എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിൽ വീക്കിലി വൺസോ ട്വൈസോ, കോമ്പിനേഷൻ ടു നോർമൽ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ വീക്കിലി വൺസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. സ്കിൻ ബാരിയർ ഡാമേജ് ആവും. നോർമൽ സിറം യൂസ് ചെയ്യുന്ന പോലെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ സിറം അല്ല സാലിസിലിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് കൂടുതൽ നമുക്ക് സിറത്തിന്റെ ഫോമിലാണ് കേട്ടോ കിട്ടുന്നത്. ഫസ്റ്റ് നിങ്ങൾക്ക് ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് 5% സ്റ്റാർട്ട് ചെയ്യാം. ഡെയിലി യൂസ് ചെയ്യരുത്, വീക്കിലി വൺസോ ട്വൈസോ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. സുഗന്ധയിലുണ്ട്, ഡീകൺസ്ട്രക്റ്റിലുണ്ട്. ഇനി ഒരു 8.8% നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡോക്ടർ ഷെയ്ത്തിന്റെ ലാക്റ്റിക് ആസിഡ് പീൽസ് ഉണ്ട്. പിന്നെ നിങ്ങൾ 10% നോക്കുകയാണെങ്കിൽ ദ ഫോർമുലാറെക്സിലും ദ ഓർഡിനറിയിലും ഉണ്ട്. PHA ടോണേഴ്സ് ആണെങ്കിൽ 2 ബ്രാൻഡിലാണ് അത് അവൈലബിൾ ആയിട്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ്സിലുണ്ട്, അത് മിനിമലിസ്റ്റിലും ഉണ്ട്, അതുപോലെ പ്ലമ്മിലുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്റർനാഷണൽ നോക്കുകയാണെങ്കിൽ ഇൻകി എന്ന് പറഞ്ഞ ബ്രാൻഡിലും PHA ടോണേഴ്സ് അവൈലബിൾ ആണ്. അതേ സിറത്തിന്റെ ഫോമിലും അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ അതിലോട്ട് അധികം നോക്കിയിട്ടില്ല. പക്ഷെ എന്തായാലും മിനിമലിസ്റ്റിലും പ്ലമ്മിന്റെയും PHA ടോണേഴ്സ് നല്ലതാണ്. പക്ഷെ ഡെയിലി യൂസ് ചെയ്യരുത്. വീക്കിലി വൺസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഗ്രാജുവലി നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് അത് ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി കുറച്ച് റെറ്റിനോളിന്റെ റെക്കമെൻഡേഷൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ബിഗിനേഴ്സിന് പറ്റിയതാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് റിക്വൽ നല്ലൊരു ഓപ്ഷനാണ്, ഫോക്സ്റ്റൈൽ നല്ലൊരു ഓപ്ഷനാണ്, ഫോർമുലാറെക്സ് നല്ലൊരു ഓപ്ഷനാണ്, ഡീകൺസ്ട്രക്റ്റിലുണ്ട്, പിന്നെ നമ്മളെ ഡെർമക്കോയിലുണ്ട്, പിന്നെ ഹൈഫൻ എന്ന് പറഞ്ഞിട്ട് ക്രിറ്റിസൺസിന്റെ ബ്രാൻഡില് അതിനകത്തും ഉണ്ട്. ഇപ്പൊ ഞാൻ ബിഗിനേഴ്സിന് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് കുറച്ച് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ എൻ്റെ അടുത്ത് കമന്റ് ബോക്സിൽ എന്ന് പറഞ്ഞ് ഞാൻ ലിങ്ക് തരാം. ഇനി ഇപ്പൊ നമ്മൾ ബിഗിനേഴ്സുകൾ മാത്രമേ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ആ സാധനത്തിന്റെ റെക്കമെൻഡേഷൻസ് ഒക്കെ ഇല്ലേ, ഇനി എങ്ങനെ ഇത് യൂസ് ചെയ്യണമെന്നുള്ളതിനെ പറ്റി നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെ വേണമെങ്കിൽ ഫേസ് വാഷിന്റെ ഫോമിൽ യൂസ് ചെയ്യാം. അത് കുഴപ്പമില്ല. അത് നിങ്ങളുടെ ഇഷ്ടം കണക്ക് എങ്ങനെയെന്ന് വെച്ച് ചെയ്തു. നിങ്ങൾക്ക് റെക്കമെൻഡേഷൻസ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചുള്ള ഏത് വീഡിയോസിന്റെ അണ്ടറിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും. ഞാനിപ്പോ ടോണർ, സിറം അങ്ങനെ വെച്ച് നമ്മുടെ സ്കിന്നിൽ നിൽക്കുന്ന സാധനം, ഫേസ് വാഷ് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കളയല്ലേ, ഇപ്പൊ നിൽക്കുന്ന സാധനം വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ റൊട്ടീൻ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഫസ്റ്റ് നിങ്ങളുടെ സിറം ഏതെന്ന് ആന്റി ഓക്സിഡന്റ് സിറം ഏതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. വിറ്റാമിൻ സി അല്ലെങ്കിൽ നയാസിനമൈഡ് മോർണിംഗിൽ. പിന്നെ നിങ്ങൾ മോയ്സ്ചറൈസറും നിങ്ങളുടെ SPF-ഉം സ്കിപ്പ് ചെയ്യാനേ പാടില്ല. നൈറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ റെറ്റിനോൾ യൂസ് ചെയ്യാം. ആഴ്ചയിൽ 3 പ്രാവശ്യം മാത്രം യൂസ് ചെയ്താൽ മതി. അതിന്റെ കൂടെ നിങ്ങൾക്ക് നിയാസിനമൈഡ് സിറം യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വിറ്റാമിൻ സി സിറവും നയാസിനമൈഡ് സിറം കൂടെ യൂസ് ചെയ്യാം. നയാസിനമൈഡ് ആഡ് ഓൺ ആണ്, വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ മോർണിംഗിൽ വിറ്റാമിൻ സി യൂസ് ചെയ്യുക, നൈറ്റിൽ റെറ്റിനോൾ സിറം യൂസ് ചെയ്യുക, വീക്കിലി വൺസ് 3 പ്രാവശ്യം. പിന്നെ ബാക്കിയുള്ള 4 ദിവസം നിങ്ങൾക്ക് 4 ദിവസം പറയത്തില്ല ഞാനൊരു നിങ്ങൾ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് വെച്ചാൽ. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ വിറ്റാമിൻ സി യൂസ് ചെയ്യാന്ന് വെച്ചാൽ ചെയ്യാം. എല്ലാ ടൈമും നിങ്ങൾക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് നയാസിനമൈഡ്.
ഇനി നിങ്ങൾ എക്സ്ഫോളിയേറ്റിംഗ് ചെയ്യുന്ന ദിവസങ്ങളിൽ നിങ്ങൾ നൈറ്റിൽ ഒരിക്കലും റെറ്റിനോൾ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ നിങ്ങൾ വീക്കിലി 3 പ്രാവശ്യമാണ് റെറ്റിനോൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വേറൊരു ദിവസം നിങ്ങൾ എക്സ്ഫോളിയേഷന് വേണ്ടി സെലക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, ആദ്യമേ തുടങ്ങുമ്പോൾ നിങ്ങൾ വീക്കിലി വൺസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതി. പിന്നെ 4ാമത്തെ ദിവസം നിങ്ങൾക്ക് ആ ഒരു എക്സ്ഫോളിയേറ്റിംഗ് സാധനം ഏതെന്ന് വെച്ചാൽ യൂസ് ചെയ്യും. ബാക്കിയുള്ള 3 ദിവസം നിങ്ങൾക്ക് വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യും. ഇനി നിങ്ങൾ ഏത് എക്സ്ഫോളിയേറ്റിംഗ് സെറം സെലക്ട് ചെയ്താലും നിങ്ങൾക്ക് നയാസിനമൈഡ് അതിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സാലിസിലിക് ആസിഡ് ടോണേഴ്സ് വേണമെങ്കിൽ നമുക്ക് മോർണിംഗിൽ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വിറ്റാമിൻ സി അവിടെ സ്കിപ്പ് ചെയ്യാം. പക്ഷെ എന്തായാലും വിറ്റാമിൻ സി സെറവും റെറ്റിനോൾ സെറവും ഈ പറയുന്ന എക്സ്ഫോളിയേറ്റിംഗ് ടോണേഴ്സും സെറമും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി അടുത്ത നമ്മുടെ സൺസ്ക്രീനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു ആന്റി ഏജിങ് റൊട്ടീൻ ആയതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഞാൻ ഇതിനകത്ത് റെക്കമെൻഡേഷൻ പറയാത്ത കാര്യം എന്ന് വെച്ചാൽ, റെക്കമെൻഡേഷൻ പറഞ്ഞ ഈ വീഡിയോ ഇങ്ങനത്തെ സിനിമ പോലെ പോകും. അപ്പൊ റെക്കമെൻഡേഷൻസ് പറയുന്നതിന് ഞാൻ ഇവിടെ ഒരു ഐ കാർഡ് കൊടുക്കാം, സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള ആ ഐ കാർഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് സൺസ്ക്രീൻ റെക്കമെൻഡേഷൻസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇനി നമ്മൾ മെയിൻ ആയിട്ട് സ്കിപ്പ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, ഹൈഡ്രേഷൻ, മോയിസ്ചറൈസേഷൻ. നിങ്ങൾ ആന്റി ഏജിങ് ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒരു മോയിസ്ചറൈസറും കൂടെ ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. ഞാൻ മെയിൻ ആയിട്ട് ഇതിനകത്ത് സിറംസിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ നയാസിനമൈഡ് സെറത്തിന് പകരം നയാസിനമൈഡ് ബേസ് ചെയ്തിട്ട് ഒരു മോയിസ്ചറൈസർ വേണമെങ്കിൽ യൂസ് ചെയ്യും, വിറ്റാമിൻ സി സെറം ആഡ് ഓൺ ചെയ്തിട്ട്. പക്ഷെ മാക്സിമം വിറ്റാമിൻ സി സെറത്തിന്റെ ഫോമിൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ആന്റി ഏജിങ് സ്കിൻ കെയർ റുട്ടീനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഏജ് ആവുന്നത് അഴിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞ പ്രിമച്ചുർ ഏജിങ് ഒക്കെ തടയാം എന്നുള്ളതിനെ പറ്റി മാത്രമാണ്. ഏജിങ്ങിനെ പറ്റി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ സ്കിൻ വയസ്സായിക്കോട്ടെ, വയസ്സാവണം എന്നല്ല പറഞ്ഞത്. എന്തായാലും നമ്മൾ മമ്മൂട്ടിയെക്കാളും പറയത്തില്ല അതുപോലെ ഇരുന്നാൽ കൊള്ളാതെ, അതുപോലെ ആയില്ലെങ്കിൽ നമുക്ക് അതിന്റെ അടുത്തടുത്തൊക്കെ എത്തണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പുള്ളിക്കാരന്റെ ലൈഫ് സ്റ്റൈലൊക്കെയാണ് പുള്ളിയാക്കി നിർത്തിയിരിക്കുന്നത്. പിന്നെ പോസിറ്റീവ് തിങ്കിങ്ങും കൂടി ഉണ്ടെങ്കിലേ നമ്മൾ കറക്റ്റ് നമ്മുടെ ആ ഒരു ഫുള്ള് സാധനം നമ്മുടെ ഫേസിലോട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ അത് പോസിറ്റീവായിട്ട് ചിന്തിച്ചിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഏജിങ് പ്രശ്നമില്ല, ഏജിങ്ങിനെ പേടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ പൊല്യൂഷന് കാരണം ഉണ്ടാകുന്ന പ്രിമച്ചുർ ഏജിങ് ഇപ്പോൾ തടയാന്നുള്ളതിനെ പറ്റി മാത്രമാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ നമുക്ക് ട്യൂസ്ഡേ വീഡിയോസിൽ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ട്യൂസ്ഡേയുടെ Q&A മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോയുടെ എല്ലാ ട്യൂസ്ഡേയും, തേഴ്സ്ഡേയും, സൺഡേസിലും വരുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.